ധൈര്യമുണ്ടോ ബ്രിട്ടാസെ നിനക്ക് അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ബദലായി നിന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ വെല്ലുവിളിക്കുന്നു നിന്നെ ഞങ്ങൾ. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് തിന്ന് കുട്ടിയുടെ സ്വഭാവമുള്ള ബ്രിട്ടാസിന് എന്ത് പറ്റി? കമ്മി എന്ന പേരിൽ അറിയപ്പെടുന്ന ജോൺ ബ്രിട്ടാസെ, നിനക്കൊന്ന് അന്തമില്ലേ? നീയൊക്കെ സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. സുരേഷ് ഗോപി ജനങ്ങളെ എടീക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത എം പി ആണ്. നീയോ രാജ്യസഭയിൽ നിന്ന് കെട്ടിത്തൂക്കി ഇറക്കിയ ഒരു എം പി. ധൈര്യമുണ്ടോ ബ്രിട്ടാസെ നിനക്ക് അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ബദലായി നിന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ വെല്ലുവിളിക്കുന്നു നിന്നെ ഞങ്ങൾ. ധൈര്യമുണ്ടെങ്കിൽ, ആണാണെങ്കിൽ, നീ ഒരു കമ്മിയാണെങ്കിൽ, നീ ഒരു കമ്മി സർക്കാരിന്റെ പിണറായി വിജയന്റെ പാവയാണെങ്കിൽ, നീ ധൈര്യമുണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് വാ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എവിടെയാണോ സുരേഷ് ഗോപി മത്സരിക്കുന്നത് അവിടെ നിന്നിട്ട് കട്ടക്ക് നിന്നിട്ട് രാജ്യസഭയിൽ നീ പോട്ടി സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ നീ നിന്നിട്ട് മത്സരിക്കാനുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ചങ്കൂറ്റത്തോട് വെല്ലുവിളിക്കുന്നു. സുരേഷ് ഗോപിയുടെ മൂട്ടിൽ നിന്നിട്ട് അതിന്റെ എന്താ പറയാ ആ സ്മെല്ല് ആസ്വദിക്കാനുള്ള ഒരു യോഗ്യത പോലും നിനക്കില്ല. മനസ്സിലായോ? അതിനോട് യോഗ്യത ഇല്ലാത്തവനാ നീ. സുരേഷ് ഗോപി ആരാണെന്ന് അറിഞ്ഞെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ല്. അപ്പോഴാണ് സുരേഷ് ഗോപി ആരാണെന്ന് നിനക്കറിയൂ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ പോയതാ. അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന സ്വീകരണം ഞാൻ കണ്ടതാ. നിന്റെ ഇവിടുത്തെ കമ്മികൾക്ക് ചെയ്യുന്നത് പോലെയല്ല പച്ച നോണ പറഞ്ഞിട്ടവര് വോട്ട് പിടിക്കുക. സുരേഷ് ഗോപി സാർ അങ്ങനെയല്ല. ഉള്ളത് പറഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യും, എന്നെ കൊണ്ട് കഴിയാത്തതിന് കഴിയില്ല എന്ന് കറക്റ്റ് അവിടുന്ന് പറയും. അങ്ങനെ ഒരു ധൈര്യം, അങ്ങനെ ഒരു ജ്യേഷ്ഠനെ ഞങ്ങൾക്ക് കിട്ടിയാലോ, അങ്ങനെ ഒരു അനിയൻ എനിക്ക് കിട്ടിയാലോ എന്ന രീതിയിൽ തൃശ്ശൂരിലെ ജനങ്ങളാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്. അല്ലാതെ നിന്റെ പിണറായി വിജയന്റെ വാലാട്ടിയായി നിന്നുകൊണ്ട് നിയമസഭയിലേക്ക് തള്ളിവിട്ട ആളല്ല ഇന്ന് സുരേഷ് ഗോപി. അത് നീ മനസ്സിലായിക്കോ. ആ സുരേഷ് ഗോപിക്ക് കട്ടക്ക് നിന്ന് മത്സരിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ സുബൈർ ബാപ്പു നിന്നെ വെല്ലുവിളിക്കാം. നമുക്ക് നോക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ നീയും ഞാനൊക്കെ ജീവനോടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ബദലായി നീ മത്സരിക്കാൻ ഇറങ്ങണം. അതിന് പിണറായി വിജയനും കമ്മിക്കൂട്ടങ്ങൾക്കും നിന്നെ ഇറക്കിവിടാൻ ധൈര്യമുണ്ടോ? കെട്ടിവെച്ച കാശ് പോലും നിനക്ക് കിട്ടൂല. നിന്റെ ഈ വാചകടിയും പച്ച നുണയും ഞങ്ങൾ നിനക്ക് ചൂരിട്ടി മടക്ക് നിന്റെ മുഖത്തേക്ക് എറിയും. മനസ്സിലായോ? ബ്രിട്ടാനിയ തിന്നുന്ന ബ്രിട്ടാസെ.